നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാജ്യങ്ങളിൽ കാലാവസ്ഥ മാറ്റം രൂക്ഷമാകുകയാണ്. അതിനിടെ UAE-യിൽ ശൈത്യകാലം അവസാനിച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഈ മാസം മുതൽ ചൂട് കനക്കും എന്നതായിരുന്നു പൊതുജനങ്ങൾക്കുള്ള മുന്നറിയിപ്പ്. എന്നാൽ ഇപ്പോൾ രാജ്യത്ത് ശക്തമായ മൂടൽമഞ്ഞിന് സാധ്യതയുള്ളതായാണ് കാലാവസ്ഥാ വിഭാഗം പ്രവചിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി മുതൽ ശക്തമായ മൂടൽമഞ്ഞിന് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. ഇത് കണക്കിലെടുത്ത് രാജ്യത്തെ മിക്ക എമിറേറ്റുകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കടൽ പ്രക്ഷുബ്ധമാകുന്നതിനാൽ തീരത്ത് പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിലുണ്ട്. അതേസമയം സൗദിയിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതായി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ മെയ് 9 ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. വിവിധ പ്രദേശങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശുന്നതിനും സാധ്യതയുണ്ട്. ഇത് അന്തരീക്ഷത്തിൽ പൊടി ഉയരുന്നതിന് ഇടയാക്കാമെന്നും പേമാരി, ആലിപ്പഴവർഷം എന്നീ പ്രതിഭാസങ്ങൾ അനുഭവപ്പെടാനിടയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. അസീർ, അൽബാഹ, ജിസാൻ, നജ്റാൻ, മക്കയുടെ വിവിധ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിയോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. റിയാദിന്റെ വിവിധ മേഖലകൾ, ഈസ്റ്റേൺ റീജിയൻസ്, ഖാസിം മേഖല തുടങ്ങിയ ഇടങ്ങളിൽ ഞായറാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെ ഇടിയോടുകൂടിയ ശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. അൽ ജൗഫ്, നോർത്തേൺ ബോർഡേഴ്സ്, തബൂക്ക് തുടങ്ങിയ ഇടങ്ങളിൽ ശനി, ഞായർ ദിവസങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശുന്നതിനും സാധ്യതയുണ്ടെന്നും ഇത് അന്തരീക്ഷത്തിൽ പൊടി ഉയരുന്നതിന് ഇടയാക്കാമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. മഴക്കാലത്ത് സുരക്ഷിതമായ സ്ഥലങ്ങളിൽ കഴിയണമെന്നും വെള്ളച്ചാട്ടങ്ങൾ, താഴ്വരകൾ, തോടുകൾ എന്നീ പ്രദേശങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്നും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അനുയോജ്യമല്ലാത്തതും അപകടകരവുമായതിനാൽ വെള്ളച്ചാട്ടങ്ങളിൽ നീന്തരുതെന്നും വിവിധ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിലൂടെയും പ്രഖ്യാപിച്ച നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും അധികൃതരുടെ നിർദ്ദേശങ്ങൾ പ്രവാസികൾ എല്ലാവരും കർശനമായി പാലിക്കാൻ ശ്രദ്ധിക്കുക. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.